ഹായ് എവരി വൺ, അക്കാഡമീസിൻ്റെ മറ്റൊരു ഓൺലൈൻ സെഷനിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. എൻ്റെ പേര് ഹൻഷ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ ഹിസ്റ്ററിയാണ്. മോഡേൺ ഇന്ത്യയാണ് നമ്മൾ കഴിഞ്ഞ കുറച്ച് ക്ലാസ്സസിലായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 1857 ആദ്യ സ്വാതന്ത്ര്യ സമരം മുതൽ 1947 ഇന്ത്യക്ക് ഫ്രീഡം കിട്ടുന്നത് വരെയുള്ള ഇമ്പോർട്ടൻറ്റ് ഇവൻറ്റ്സ്, അതാണ് ഇപ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ 1927 എത്തിയിട്ടുണ്ട്. ഇതിന് മുമ്പ് ഇവൻറ്റ്സ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. 1927 നടന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാം പോയിന്റ് ഓഫ് വ്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് സൈമൺ കമ്മീഷൻ എന്ന് പറയുന്നത്. അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും ഇനി ചോദിക്കാൻ സാധ്യതയുള്ളതായിട്ടുള്ള കാര്യങ്ങളും മൊത്തത്തിൽ സൈമൺ കമ്മീഷൻ എന്താണെന്നുള്ള ഒരു ഓവറോൾ ഐഡിയ, അതാണ് നമ്മൾ ഈ ക്ലാസ് ഡിസ്കസ് ചെയ്യുന്നത്. സോ എന്തായിരുന്നു സൈമൺ കമ്മീഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ബ്രിട്ടീഷുകാർ അപ്പോയിന്റ് ചെയ്യുന്ന ഒരു കമ്മിറ്റിയാണ്. 1927 നവംബർ 27 ബ്രിട്ടീഷുകാർ അപ്പോയിന്റ് ചെയ്യുന്ന ഒരു കമ്മിറ്റിയാണ് എന്തെന്ന് പറയുന്നത്, സൈമൺ കമ്മീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്തിനായിരുന്നു ഇങ്ങനെ ഒരു കമ്മിറ്റി ഒരു അപ്പോയിന്റ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കോൺസ്റ്റിറ്റ്യൂഷണൽ റിഫോംസ് ടു സജസ്റ്റ് ന്യൂ സ്റ്റെപ്സ് ഫോർ കോൺസ്റ്റിറ്റ്യൂഷണൽ റിഫോംസ് ഭരണഘടനാപരമായിട്ടുള്ള കാര്യങ്ങൾ പുതിയ സ്റ്റെപ്സ് അല്ലെങ്കിൽ പുതിയതായിട്ടുള്ള സംഭവം ഉണ്ടാക്കുക, അങ്ങനെയുള്ള ഒരു ഐഡിയ ഒക്കെ കൂടിയിട്ട് ബ്രിട്ടീഷുകാർ അപ്പോയിന്റ് ചെയ്ത ഒരു കമ്മീഷനായിരുന്നു അല്ലെങ്കിൽ ഒരു കമ്മിറ്റി ആയിരുന്നു എന്തെന്ന് പറയുന്നത് സൈമൺ കമ്മീഷൻ എന്ന് പറയുന്നത്. ഇത് അപ്പോയിന്റ് ചെയ്യപ്പെടുന്ന നമ്മൾ പറഞ്ഞു 1927 നവംബർ 27 രണ്ടും 27 സുഹൃത്തിരിക്കുക അപ്പോയിന്റ് ചെയ്യപ്പെടുന്നത്. പിന്നെ നമ്മൾ ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞതാണ്, ഇത്തരം റീഫോംസ് ഉണ്ടാകുമ്പോഴും ഇത്തരം പുതിയ കമ്മീഷൻസ് ഉണ്ടാകുമ്പോഴും ആ ഒരു പേരിൽ അറിയപ്പെടുന്നുണ്ടാവും, എന്നാലും അതിനൊരു ഒഫീഷ്യൽ നെയിം ഉണ്ടാവും. സൈമൺ കമ്മീഷൻ്റെ ഒഫീഷ്യൽ നെയിമാണ് അല്ലെങ്കിൽ സൈമൺ കമ്മിറ്റിയുടെ ഒഫീഷ്യൽ നെയിമാണ് ഇന്ത്യൻ സ്റ്റാച്യുട്ടറി കമ്മീഷൻ. ഇന്ത്യൻ സ്റ്റാച്യുട്ടറി കമ്മീഷൻ എന്ന പേരിൽ ഒഫീഷ്യൽ നെയിമിൽ അറിയപ്പെടുന്ന കമ്മീഷനാണ് ഇതെന്ന് പറയുന്നത് സൈമൺ കമ്മീഷൻ എന്ന് പറയുന്നത്. ഇനി ഇതിനകത്ത് 7 ആളുകളാണ് ഉണ്ടായിരുന്നത്. 7 ആളുകൾ അടങ്ങുന്ന ഒരു കമ്മിറ്റി ആയിരുന്നു എന്തെന്ന് പറയുന്നത് സൈമൺ കമ്മിറ്റി എന്ന് പറയുന്നത്. ഇവർ ഇന്ത്യയിൽ 1928 ഫെബ്രുവരി 3 എത്തി. 27 അപ്പോയിന്റ് ചെയ്യപ്പെട്ടെങ്കിലും 1928 ഫെബ്രുവരി 3 പുതിയ നമുക്കൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ഒക്കെ ഉണ്ടാക്കി തരാനായിട്ട് ഇവർ നമ്മുടെ നാട്ടിലെത്തി. 7 പേരുണ്ടെന്ന് പറഞ്ഞില്ലേ, പക്ഷെ എൻ്റെ പ്രധാന പ്രശ്നം എന്തായിരുന്നു അറിയോ, ഈ 7 പേരും ബ്രിട്ടീഷുകാരായിരുന്നു. അതിലൊറ്റ ഇന്ത്യക്കാർ പോലും ഉണ്ടായിരുന്നില്ല. സോ നമുക്കുള്ളൊരു ഭരണഘടനാപരമായിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കാൻ ഉറപ്പായിട്ടും അവിടെ ആര് വേണം, നമ്മൾ ഇന്ത്യക്കാർ വേണം. അതായിരുന്നു ആ സമയത്തെ പൊളിറ്റിക്കൽ പാർട്ടീസിന് എല്ലാത്തിനെയും ഇതിനെതിരെ എതിർക്കാനുള്ള വലിയൊരു കാരണമായിട്ട് പറഞ്ഞത്. 7 മെമ്പേഴ്സ് ഉണ്ടായിരുന്ന ഒരു കമ്മിറ്റിയിൽ 7 ആളുകളും ബ്രിട്ടീഷുകാരാണ്, ആരില്ല ഒരു ഇന്ത്യക്കാരൻ. നൺ ഓഫ് ദം വർ ഇന്ത്യൻസ്, ആരും ഇന്ത്യക്കാരായിരുന്നില്ല. അപ്പോൾ ഇവർ 1928 ഫെബ്രുവരി 3 എത്തി എന്ന് പറഞ്ഞു. ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ പൊളിറ്റിക്കൽ പാർട്ടീസും ബാക്കിയുള്ള നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളും എല്ലാവരും ഇതിനെ നന്നായിട്ട് അങ്ങ് എതിർക്കാൻ തുടങ്ങി, അല്ലെങ്കിൽ ഇതിനെതിരെ പല ഭാഗങ്ങളിലും സമരം നടക്കാൻ തുടങ്ങി. സോ ഇവരെവിടെ ചെന്നാലും, ഈ കമ്മിറ്റി എവിടെ ചെന്നാലും അവരെ നമ്മുടെ ഈ ഫ്രീഡം ഫൈറ്റേഴ്സ് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ കരിങ്കൊടി കാണിച്ച്, ബ്ലാക്ക് ഫ്ലാഗ് കരിങ്കൊടി കാണിച്ച് ഇവരെ സ്വീകരിക്കും. മാത്രമല്ല സൈമൺ ഗോ ബാക്ക്, സൈമൺ മടങ്ങിപ്പോവുക എന്നുള്ള മുദ്രാവാക്യവും കരിങ്കൊടിയും കാണിച്ചാണ് ഈ കമ്മിറ്റി എല്ലായിടത്തും എന്ത് ചെയ്തത്, ഇന്ത്യക്കാർ സ്വീകരിച്ചത്. ഒരു സമരമുറ എന്ന നിലയ്ക്ക് ഇവർ ചെല്ലുന്ന എല്ലായിടത്തും കരിങ്കൊടിയും സൈമൺ ഗോ ബാക്ക് എന്നുള്ള മുദ്രാവാക്യവുമായിട്ടാണ് ഇന്ത്യൻ ഫ്രീഡം ഫൈറ്റേഴ്സ് ഇവരെ സ്വീകരിച്ചത്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ സമരമുറകൾക്കിടയിൽ ഇവരൊരു ദിവസം ലാഹോർ എത്തിയപ്പോൾ, ലാഹോറിൽ വെച്ച് ഒരു ജനക്കൂട്ടത്തിനെതിരെ, ഇത്തരം സമരം നടത്തുന്ന ഒരു ജനക്കൂട്ടത്തിനെതിരെ പോലീസിന്റെ ലാത്തി ചാർജ് ഉണ്ടായി. അങ്ങനെ ഉണ്ടായ പോലീസ് ലാത്തി ചാർജിൽ മരണപ്പെട്ട വ്യക്തിയാണ് അല്ലെങ്കിൽ ലാലാ ലജ്പത് റായ്. ഈ പോലീസ് ലാത്തി ചാർജിൽ ഈ ലാലാ ലജ്പത് റായ്ക്ക് സീരിയസ് ആയിട്ടുള്ള ഇഞ്ചുറീസ് ഉണ്ടാവുകയും പിന്നീട് അദ്ദേഹം അധികം വൈകാതെ തന്നെ മരിക്കുകയായിരുന്നു. സോ ലാഹോറിൽ വെച്ച് നടന്ന ഒരു ഡെമോൺസ്ട്രേഷനിൽ, ഒരു സമരത്തിനിടയിൽ പോലീസുകാർ ലാത്തി ചാർജ് നടത്തുകയും ആ ലാത്തി ചാർജിൽ സീരിയസ് ഇഞ്ചുറീസ് സംഭവിച്ച ഒരു വ്യക്തിയാണ് ലാലാ ലജ്പത് റായ്. ആ കാരണം കൊണ്ട് തന്നെ അദ്ദേഹം പിന്നീട് മരിക്കുകയും ചെയ്തു. SSC CGL പലതവണ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, സോ ഓർത്തിരിക്കുക. ലാഹോറിൽ സൈമൺ കമ്മീഷനെതിരെയുള്ള പ്രക്ഷോഭത്തിനിടയിൽ ലാത്തി ചാർജിൽ മരണപ്പെട്ട ഇന്ത്യൻ ഫ്രീഡം ഫൈറ്റർ ആരാണ്? ഇതും ഓർത്തിരിക്കാൻ സിമ്പിളാണ്. ലാലാ ലജ്പത് റായും ലാഹോറിൽ വെച്ച് മരിച്ചത് ലാലാ ലജ്പത് റായ്. ലാല എന്ന് ഓർത്തിരുന്നാൽ മതി, സിമ്പിളായിട്ട് നമുക്കതങ്ങ് നമ്മുടെ മനസ്സിൽ നിൽക്കും. പിന്നെ അങ്ങനെ സീരിയസ് ഇഞ്ചുറീസ് നമ്മൾ ഉണ്ടായെന്ന് പറഞ്ഞു. അതിൻ്റെ ആ കാരണം കൊണ്ട് അദ്ദേഹം പിന്നീട് മരണപ്പെടുകയും ചെയ്തു. സോ ഇങ്ങനൊരു ഈ ഒരു കാരണം, ഈ ഒരു ലാത്തി ചാർജ് അവിടെ ഉണ്ടാവാനായിട്ട് കാരണക്കാരനായ ബ്രിട്ടീഷ് ഓഫീഷ്യലാണ് സാൻഡേഴ്സൺ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ലാലാ ലജ്പത് റായുടെ മരണത്തിന് പുറകിൽ കളിച്ച ബ്രിട്ടീഷ് ഓഫീഷ്യൽ ആരാന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് നമ്മൾ ആൻസർ പറയേണ്ടത് എന്താ, സാൻഡേഴ്സൺ എന്ന് പറയുന്ന ബ്രിട്ടീഷ് ഓഫീസറാണ് അതിന് പുറകിൽ ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ അതിന് പുറകിൽ നിന്നത്. ഈ സാൻഡേഴ്സനെ പിന്നീട് കൊല്ലുന്നത് ഭഗത് സിംഗ് ആണ്, അല്ലെങ്കിൽ കൊല്ലപ്പെടുന്നത്, സാൻഡേഴ്സൺ കൊല്ലപ്പെടുകയാണ് ഉണ്ടാകുന്നത്. ഈ സാൻഡേഴ്സൺ കൊല്ലപ്പെടുന്നത് ആരുടെ കൈകൊണ്ടാണ്? ഭഗത് സിംഗിന്റെ കൈകൊണ്ടാണ് സാൻഡേഴ്സൺ കൊല്ലപ്പെടുന്നത്. എന്നിട്ട് ഇതൊക്കെ സംഭവിച്ചെങ്കിലും ബ്രിട്ടീഷുകാർ അവരുടെ ആ ഒരു പവർ കളഞ്ഞില്ല. അവർ ആ കമ്മിറ്റി ഇന്ത്യയിൽ ഉണ്ടാവുകയും അവരവരുടെ കമ്മിറ്റി റിപ്പോർട്ട്, ഈ സൈമൺ കമ്മീഷൻ എന്ന് പറയുന്ന കമ്മിറ്റിയുടെ റിപ്പോർട്ട് 1930 മെയ്യിൽ പബ്ലിഷ് ചെയ്യുകയും ചെയ്തു. 1930 മെയ്യിൽ അവർ എന്ത് ചെയ്തു, ഈ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്തു 2 വർഷങ്ങൾക്ക് ശേഷം. പക്ഷെ വലിയ കാര്യമൊന്നും ഉണ്ടായില്ല. എന്താ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസും, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എന്ത് ചെയ്തു, ഇത് റിജക്ട് ചെയ്തു. മെയിനായിട്ടുള്ള റീസൺ പറഞ്ഞത് തന്നെയായിരുന്നു, 7 ആളുകൾ ഉണ്ടായിരുന്നെങ്കിലും അതിലൊന്നും ആരുണ്ടായിരുന്നില്ല, ഒരു ഇന്ത്യക്കാരൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ സൈമൺ കമ്മീഷനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്.
നവംബർ 27 ഇന്ത്യൻ സ്റ്റാച്യുട്ടറി കമ്മീഷൻ എന്ന ഒഫീഷ്യൽ നെയിമിൽ ഇന്ത്യക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ റീഫോംസ്, പുതിയ കോൺസ്റ്റിറ്റ്യൂഷണൽ റീഫോംസ് സജസ്റ്റ് ചെയ്യാനായിട്ട് ഇന്ത്യയിലെത്തിയ ഒരു കമ്മിറ്റിയാണ് സൈമൺ കമ്മീഷൻ എന്ന് പറയുന്നത്. അതിനകത്ത് 7 ആളുകളാണ് ഉണ്ടായിരുന്നത്. പക്ഷെ ആരും ആരായിരുന്നില്ല, ഇന്ത്യക്കാരായിരുന്നില്ല. സോ ഇവരെവിടെ ചെന്നാലും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനികൾ ഇവരെ കരിങ്കൊടി കാണിച്ചും സൈമൺ ഗോ ബാക്ക് എന്നുള്ള മുദ്രാവാക്യം വിളിച്ചുമാണ് ഇവരെ സ്വീകരിച്ചത്. അങ്ങനെയുള്ള ഒരു സമരം ലാഹോറിൽ വെച്ച് ഇവർ ലാഹോറിലെത്തുകയും അങ്ങനെ ഒരു സമരം നടക്കുന്നതിനിടയിൽ പോലീസ് ലാത്തി ചാർജ് ഉണ്ടാവുകയും അതിൽ സീരിയസ് ആയിട്ടുള്ള ഇഞ്ചറി സംഭവിച്ച് പിന്നീട് ആ കാരണം കൊണ്ട് മരിച്ച ഇന്ത്യൻ ഫ്രീഡം ഫൈറ്ററാണ് ലാലാ ലജ്പത് റായ്. ലാല എന്ന് ഓർത്തിരിക്കാനാണ് നമ്മൾ പറഞ്ഞത്. ഇതിന് കാരണക്കാരനായ ബ്രിട്ടീഷ് ഓഫീസറുടെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ അത് സാൻഡേഴ്സൺ ആണ്. ഈ സാൻഡേഴ്സിനെ പിന്നീട് കൊല്ലുന്നത് ഭഗത് സിംഗ് ആണ്. 1930 മെയ്യിൽ ഈ സൈമൺ കമ്മീഷൻ അവരുടെ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്തെങ്കിലും അത് എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസും എന്ത് ചെയ്തു, റിജക്റ്റ് ചെയ്യാണ് ഉണ്ടായിരുന്നത്. സോ ഇതൊക്കെയാണ് സൈമൺ കമ്മീഷനെ പറ്റിയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് സെക്ഷനിൽ ഇടാവുന്നതാണ്. ഈ സീരീസിലെ ബാക്കി വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ ഈ പ്ലേലിസ്റ്റിലെ ബാക്കി വീഡിയോസ് ഇരുന്ന് കാണാൻ ട്രൈ ചെയ്യുക. ഞാൻ അതിനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ് അക്കാഡമീസ്. ഹാവ് എ നൈസ് ഡേ.